നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കുറേ കൂട്ടുകാരായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്പോർട്സിൻ്റെ ഒരു PYQ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഡിഗ്രി ലെവൽ പ്രിലിംസിനും LDC മെയിൻസിനും സ്പോർട്സിനൊരു സിലബസ് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളുമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്തായാലും ഉപകാരപ്പെടുന്ന സെഷനായിരിക്കും. മുഴുവനായിട്ടും കാണുക. നിങ്ങൾക്ക് ആവശ്യമുള്ള പോയിന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ ചോദ്യം, തോമസ് കപ്പ് ഈസ് അസോസിയേറ്റഡ് വിത്ത്. തോമസ് കപ്പ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? തോമസ് കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിൻ്റൺ. ബാഡ്മിൻ്റനുമായിട്ട് ബന്ധപ്പെട്ടതാണ് തോമസ് കപ്പ്. അപ്പോൾ ബാഡ്മിൻ്റനുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ട്രോഫികൾ ഏതൊക്കെയാണ്? യൂബർ കപ്പ്, സുധീർമാൻ കപ്പ്. യൂബർ കപ്പ്, സുധീർമാൻ കപ്പ്, ഇത് രണ്ടും ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ബാഡ്മിൻ്റനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ട് PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ് ആഘാ ഖാൻ കപ്പ്, അസ്ലൻ ഷാ കപ്പ്, രംഗസ്വാമി കപ്പ്, ധ്യാൻചന്ദ് ട്രോഫി. അപ്പോൾ ധ്യാൻചന്ദ് ട്രോഫി, ആഘാ ഖാൻ കപ്പ്, രംഗസ്വാമി കപ്പ്, അസ്ലൻ ഷാ കപ്പ്, ഇതെല്ലാം ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി ഡ്യൂറന്റ് കപ്പ്. ഡ്യൂറന്റ് കപ്പ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഡ്യൂറന്റ് കപ്പ്. എന്നാൽ ദുലീപ് ട്രോഫി ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ട്രോഫീസ് പറയാം. ദുലീപ് ട്രോഫി, ഇറാനി കപ്പ്, രഞ്ജി ട്രോഫി, വിജയ് മെർച്ചന്റ് ട്രോഫി, CK നായിഡു ട്രോഫി. ഏതൊക്കെയാണ്? CK നായിഡു ട്രോഫി, രഞ്ജി ട്രോഫി, വിജയ് മെർച്ചന്റ് ട്രോഫി, ഇറാനി കപ്പ്, ദുലീപ് കപ്പ്, ആഷസ് ട്രോഫി. ഇതൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊന്ന് ഓർത്ത് വെക്കുക. നമ്മുടെ സിലബസിലുള്ളതാണ് പ്രധാന ട്രോഫികൾ, ബന്ധപ്പെട്ട മത്സരങ്ങൾ എന്നുള്ളൊരു ടോപ്പിക്ക്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇതൊന്ന് ഓർത്തിരിക്കുക. നിങ്ങൾ PSC പരീക്ഷകളെ വളരെ സീരിയസ് ആയിട്ട് സമീപിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഉന്നത റാങ്ക് കരസ്ഥമാക്കാൻ പറ്റിയൊരു ആപ്പ് ഞാൻ പരിചയപ്പെടുത്തി തരാം. അൺഅക്കാഡമി. അൺഅക്കാഡമിയിൽ കേരള PSCക്ക് വേണ്ടിയിട്ട് നല്ല അടിപൊളി കോഴ്സുകളാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അൺഅക്കാഡമിയിൽ LDC മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ട്, അതായത് 10th ലെവൽ ന്യൂ സിലബസിനെ ബേസ് ചെയ്ത് ഒരു 90 ഡേയ്സ് കോഴ്സ് ജൂലൈ 7th സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ജേതാവ് എന്നാണ് ഈ കോഴ്സിന്റെ പേര്. ഇതുവരെയായിട്ട് പ്രിപ്പറേഷൻ തുടങ്ങാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള കോഴ്സ് തന്നെയാണ്. ഈ കോഴ്സ് 10% ഡിസ്കൗണ്ടോടെ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് കിട്ടുന്നതാണ്. കൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള കോയിൻസ് കൂടി കൊടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ 9%, അങ്ങനെ ടോട്ടൽ 19% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ ഇനി പ്രിപ്പയർ ചെയ്യുന്ന 12th ലെവൽ മെയിൻസ് എക്സാമിന് യൂണിഫോം പോസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്കാണ് ജൂലൈ 8th സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 100 ഡേയ്സ് ബാച്ച് കോഴ്സാണ് ദിശ. ഈ കോഴ്സും നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ടോടെ കിട്ടാൻ വേണ്ടി ഞങ്ങളുടെ കോഡായ ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്യാവുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് അൺഅക്കാഡമി തുടങ്ങിയ സമയം തൊട്ടുള്ള എല്ലാ കോഴ്സസും ആക്സസ് ചെയ്യാനും പറ്റുന്നതാണ്. അപ്പം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ഒരു കബഡി ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? ഒരു കബഡി ടീമിൽ എത്ര കളിക്കാരാണുള്ളത്? 7 പേരാണ് ഒരു കബഡി ടീമിലുള്ളത്. റഗ്ബി ടീമിൽ എത്ര പേരുണ്ട്? റഗ്ബി ടീമിൽ 15 പേരാണുള്ളത്. റഗ്ബി ടീമിൽ എത്ര പേരുണ്ട്? 15 പേര്. ഇനി 11 പേരുള്ളത് ഏതൊക്കെ കായിക ഇനത്തിലാണ്? ഏതൊക്കെ ടീമിലാണ്? ക്രിക്കറ്റിൽ 11 കളിക്കാരാണുള്ളത്. ഫുട്ബോളിൽ എത്ര പേരുണ്ട്? 11 പേരുണ്ട്. ഹോക്കിയിൽ എത്ര പേരാണുള്ളത്? 11. അപ്പോൾ ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി, ഇത് മൂന്നിലും 11 പേര്. റഗ്ബിയിൽ പറഞ്ഞു 15 പേര്. കബഡിയിൽ എത്ര പേരാണ്? 7 പേര്. ബേസ്ബോളിൽ എത്ര പേരാണ്? 9 പേര്. ബേസ്ബോളിൽ എത്ര പേരുണ്ട്? 9 പേര്. ബാസ്കറ്റ് ബോളിൽ എത്ര പേരുണ്ട്? 5 പേരാണ് ബാസ്കറ്റ് ബോളിലുള്ളത്. എന്നാൽ വനിതാ ബാസ്കറ്റ് ബോളിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ അത് 6 പേരാണ്. അപ്പോൾ ബാസ്കറ്റ് ബോളിൽ 5 പേരും വനിതാ ബാസ്കറ്റ് ബോളിൽ എത്ര പേരാണ്? 6 പേരുമാണ് ഉള്ളത്. ഇതൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഈഗിൾ ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ട പദമാണ്? ഈഗിൾ എന്നത് ഗോൾഫുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈഗിൾ എന്നത് ഗോൾഫുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ 2019 VU എക്സാം, എറണാകുളം ജില്ലയിലേക്ക് നടന്ന VU എക്സാമിന് ചോദിച്ചതാണ് എലോ റേറ്റിംഗ് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ചെസ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ് എലോ റേറ്റിംഗ്.
ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് മെയിനായിട്ടുള്ള കുറച്ച് ടേംസ് പറയാം. പെനാൽറ്റി കിക്ക്, ബനാന കിക്ക്, കോർണർ കിക്ക്. പെനാൽറ്റി കിക്ക്, ബനാന കിക്ക്, കോർണർ കിക്ക്, ഡ്രിബിൾ. ഇതൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടത് ഡക്ക്, LBW, ഗൂഗ്ലി. ഡക്ക്, LBW, ഗൂഗ്ലി, ചൈന മാൻ. ഇതൊക്കെ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആണ്. ഇനി കബഡിയുമായിട്ട് ബന്ധപ്പെട്ട് ലോണ, കബഡിയുമായിട്ട് ബന്ധപ്പെട്ടതാ. റൈഡർ കബഡിയുമായിട്ട് ബന്ധപ്പെട്ടതാ. ആൻറ്റി കബഡിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. CANT, ക്യാൻറ്റ് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കബഡിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി PSC മുൻ വർഷം ചോദിച്ചൊരു ചോദ്യം പറയാം. ക്രിക്കറ്റ് കളിയിൽ റൺസ് ഒന്നും നേടാതെ പുറത്താകുന്നതിനെ എന്താണ് പറയുക? ഇത് 2008 ഫീമെയിൽ വാർഡൻ എക്സാമിന് ചോദിച്ചതാണ്. ക്രിക്കറ്റ് കളിയിൽ റൺസ് ഒന്നും എടുക്കാതെ പുറത്താകുന്നതിനെ പറയുന്ന പേരെന്താ? ഡക്ക് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈഗിൾ പറഞ്ഞു. ഈഗിൾ ഗോൾഫുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് പോലീസ് കോൺസ്റ്റബിൾ 2016 ചോദിച്ച ചോദ്യമാണേ. അടുത്ത ചോദ്യം, ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സ് ഗെയിം നടന്നത് എന്നാണ്? ആധുനിക ഒളിമ്പിക്സ്, മോഡേൺ ഒളിമ്പിക്സ് ആദ്യമായിട്ട് നടന്നത് ഏത് വർഷം? AD 1896. AD 1896 ഗ്രീസിൽ വെച്ചിട്ടാണ് നടന്നത്. ആദ്യത്തെ ഒളിമ്പിക്സ് നടന്നത് എന്നാണ്? BC 776. BC 776 ഗ്രീസിൽ വെച്ച് തന്നെയാണ് ആദ്യത്തെ ഒളിമ്പിക്സ് നടന്നത്. ആധുനിക ഒളിമ്പിക്സ് എന്ന് ചോദിച്ചാൽ 1796 ഗ്രീസിൽ വെച്ചാണ് നടന്നത്. ഇനി ശീതകാല ഒളിമ്പിക്സ് എന്ന് പറയുമ്പം വിന്റർ ഒളിമ്പിക്സ്. ആദ്യത്തെ വിന്റർ ഒളിമ്പിക്സ് നടന്നത് പാരീസിൽ വെച്ചിട്ടാണ് 1924. ആദ്യമായിട്ട് പാരാലിമ്പിക്സ് നടന്ന വർഷം 1960. യൂത്ത് ഒളിമ്പിക്സ്, ആദ്യത്തെ യൂത്ത് ഒളിമ്പിക്സ് നടന്നത് 2010. 2010. അപ്പോൾ ഇത്രയും വർഷങ്ങൾ ഓർക്കുക. ആദ്യത്തെ ഒളിമ്പിക്സ് BC 776. BC 776 ആദ്യത്തെ ഒളിമ്പിക്സ്. മോഡേൺ ഒളിമ്പിക്സ് 1796. ശീതകാല ഒളിമ്പിക്സ് 1924. പാരാലിമ്പിക്സ് 1960. യൂത്ത് ഒളിമ്പിക്സ് 2010 ആണെന്നും ഓർക്കുക. അടുത്ത ചോദ്യം, ഒളിമ്പിക് ഗെയിംസിന്റെ ചിഹ്നത്തിൽ എത്ര വളയങ്ങളുണ്ട്? 2006 കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് ചോദിച്ച ചോദ്യമാണ്. ഒളിമ്പിക്സിന്റെ ചിഹ്നത്തിൽ എത്ര വളയങ്ങളുണ്ട്? 5 വളയങ്ങളാണ് ഉള്ളത്. പരസ്പരം കോർത്ത 5 വളയങ്ങൾ. ഈ 5 വളയങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 5 ഭൂഖണ്ഡങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിന്റെ നിറങ്ങളും കൂടി കൺഫ്യൂഷൻ ഇല്ലാതെ പഠിച്ചു വെക്കുക. ആദ്യത്തെ നിറം മഞ്ഞ. മഞ്ഞ ഏത് ഭൂഖണ്ഡത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഏഷ്യയെയാണ് സൂചിപ്പിക്കുന്നത്. കറുപ്പ് വളയം ആഫ്രിക്കയെയാണ് സൂചിപ്പിക്കുന്നത്. മഞ്ഞ വളയം ഏഷ്യ, കറുപ്പ് വളയം ആഫ്രിക്ക, നീലവളയം യൂറോപ്പ്. നീലവളയം സൂചിപ്പിക്കുന്നത് യൂറോപ്പിനെയാണ്. പച്ചവളയം സൂചിപ്പിക്കുന്നത് ഓസ്ട്രേലിയയാണ്. ചുവപ്പ് വളയം സൂചിപ്പിക്കുന്നത് അമേരിക്ക. മഞ്ഞ ഏഷ്യ, കറുപ്പ് ആഫ്രിക്ക, നീല യൂറോപ്പ്, പച്ച ഓസ്ട്രേലിയ, ചുവപ്പ് അമേരിക്ക. അടുത്ത ടോപ്പിക്, ഒളിമ്പിക്സിൽ ഇന്ത്യ കൈവരിച്ച ശ്രദ്ധേയമായ പ്രകടനങ്ങളാണ്. നോക്കാം, പ്രീവിയസ് ചോദ്യങ്ങൾ നോക്കാം. ഒളിമ്പിക് അത്ലറ്റിക് മത്സരത്തിൽ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത. ഒളിമ്പിക് അത്ലറ്റിക് മത്സരത്തിൽ ഫൈനലിൽ എത്തുന്ന ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? PT ഉഷയാണ്. PT ഉഷ 1984 ലോസ് ഏഞ്ചലസ് ഒളിമ്പിക്സിൽ 400 മീറ്റർ ഹർഡിൽസിലാണ് എന്ത് ചെയ്തത്? ഫൈനലിൽ എത്തിയത്. അപ്പോൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ CK ലക്ഷ്മൺ ആണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി CK ലക്ഷ്മൺ. 1924 പാരീസ് ഒളിമ്പിക്സിലാണ് അദ്ദേഹം പങ്കെടുത്തത്. ഫൈനലിൽ എത്തിയ ആദ്യത്തെ താരം ആരാണെന്ന് ചോദിച്ചാലാണ് PT ഉഷ. ഒളിമ്പിക് മെഡൽ നേടിയ ഏക മലയാളി വെങ്കല മെഡലാണ് നേടിയത്. മാനുവൽ ഫ്രെഡറിക് ആണെന്ന് ഓർക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, ഒളിമ്പിക് ഹോക്കിയിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ മലയാളി ആരാണ്? ഒളിമ്പിക് ഹോക്കിയിൽ ഇന്ത്യൻ ടീമിനെ നയിച്ച ആദ്യ മലയാളി PR ശ്രീജേഷ് ആണ്. PR ശ്രീജേഷ്. അപ്പോൾ ശ്രീജേഷ് ഏത് ഒളിമ്പിക്സിലാണ് ഇന്ത്യൻ ഹോക്കി ടീമിനെ നയിച്ചത് എന്ന് ചോദിച്ചാൽ 2016 റിയോ ഡി ജനീറോ ഒളിമ്പിക്സിലാണ്. 2016 റിയോ ഒളിമ്പിക്സിലാണെന്ന് ഓർക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്?
ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ അഭിനവ് ബിന്ദ്രയാണ്. അദ്ദേഹത്തിന്റെ കായിക ഇനം ഏതാ? ഷൂട്ടിംഗ് ആണ്. ഞാൻ പ്രശസ്തരായ കായിക താരങ്ങളും അവരുടെ കായിക ഇനങ്ങളും കോഡ് വെച്ച് എങ്ങനെ എളുപ്പം പഠിക്കാം എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ ഐക്കാർട്ടിൽ കൊടുത്തേക്കാം, ഒന്ന് പോയി കാണുക. വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന കോഡുകളാണ്. അപ്പോൾ ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അഭിനവ് ബിന്ദ്രയാണ്. 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ 10 മീറ്റർ എയർ റൈഫിൾസിലാണ് അഭിനവ് ബിന്ദ്രയ്ക്ക് എന്ത് ലഭിച്ചത്? സ്വർണം ലഭിച്ചത് എന്ന് ഓർക്കുക. 2020 ഒളിമ്പിക്സിന്റെ വേദി ടോക്കിയോ ആണ്. 2020 അത് നടക്കുന്നത്. പോസ്റ്റ്പോൺ ചെയ്തു, കൊറോണ കാരണം പോസ്റ്റ്പോൺ ചെയ്താണ്. 2021 നടക്കാൻ പോകുന്നത്. അടുത്ത ചോദ്യം, ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ഏറ്റവും അധികം തവണ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം ഏത്? ബാങ്കോക്ക് ആണ്. ഇത് 2014 LDC എക്സാമിന് ചോദിച്ചതാണ്. ബാങ്കോക്ക് 1966, 1970, 1978, 98 4 പ്രാവശ്യമാണ് ഏഷ്യൻ ഗെയിംസിന് വേദിയായിട്ടുള്ളത് ബാങ്കോക്ക്. അപ്പൊ ഏഷ്യൻ ഗെയിംസിന് ആ പേര് നൽകിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ഏഷ്യൻ ഗെയിംസിന് ആ പേര് നൽകിയത് എന്ന് ഓർക്കുക. 11 രാജ്യങ്ങൾ പങ്കെടുത്ത പ്രഥമ ഏഷ്യൻ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തത് ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദും പേര് നൽകിയത് ജവഹർലാൽ നെഹ്റു ആണെന്ന് ഓർക്കുക. 2022 ഏഷ്യൻ ഗെയിംസ് നടക്കാൻ പോകുന്നത് എവിടെയാണ്? ഹാങ്ഷൂവിലാണ്. ഹാങ്ഷൂ എവിടെയാണ്? ഹാങ്ഷൂ ചൈനയിലാണ്. 2026 ഏഷ്യൻ ഗെയിംസിന്റെ വേദി ജപ്പാനിലെ നഗോയയാണ്. 4 വർഷം കൂടുമ്പോഴാണ് ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത്. ഓക്കെ, ഓർക്കുക. 2018 വേദി എവിടെയായിരുന്നു? ജക്കാർത്ത ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ് 2018 നടന്നത്. ഇനി കോമൺവെൽത്ത് ഗെയിംസിനെ പറ്റി 2-3 ചോദ്യങ്ങൾ നോക്കാം. കോമൺവെൽത്ത് ഗെയിംസിൽ ബോക്സിംഗിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം മുഹമ്മദ് അലി ഖമർ ആണ് ബോക്സിംഗിൽ സ്വർണം നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. ഓക്കെ, അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസിന്റെ ആപ്തവാക്യം ഒന്ന് ഓർക്കുക. ഹ്യൂമാനിറ്റി ഇക്വാലിറ്റി ഡെസ്റ്റിനി എന്നതാണ് കോമൺവെൽത്ത് ഗെയിംസിന്റെ ആപ്തവാക്യം. കോമൺവെൽത്ത് ഗെയിംസിന്റെ സ്ഥാപകൻ ആരാണ്? ആഷ്ലി കൂപ്പർ ആണ് കോമൺവെൽത്ത് ഗെയിംസിന്റെ സ്ഥാപകൻ. ഹ്യൂമാനിറ്റി ഇക്വാലിറ്റി ഡെസ്റ്റിനി എന്നതാണ് ഇതിന്റെ ആപ്തവാക്യം. ഇന്ത്യ ആദ്യമായി കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്തത് 1934 ലണ്ടനിൽ വെച്ച് നടന്ന കോമൺവെൽത്ത് ഗെയിംസിലാണ് ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുത്തത്. 1934. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു, ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഉപകാരപ്പെട്ടാൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. വീണ്ടും കാണാം. താങ്ക് യു. കൂടാതെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാം, അതായത് ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ ഒരു 70 days കോഴ്സ് അൺഅക്കാഡമിയിൽ ജൂലൈ 1 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒറ്റ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതോടുകൂടി നിങ്ങൾക്ക് ഈ എല്ലാ കോഴ്സുകളും കാണാൻ സാധിക്കുന്നതാണ്. ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന റെഫറൽ കോഡ് മറക്കണ്ട. ഓക്കെ.